ഹായ് എവരിവൺ, വെൽക്കം ടു കേസ് റാങ്കർ. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ തുടർച്ചയായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാരണം അതിന് മുകളിലേക്കാണ് ഇനി നമ്മൾ ബാക്കിയുള്ള കൺസെപ്റ്റുകളെല്ലാം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇന്ന് റിലേഷൻ ബിറ്റ്വീൻ ദി റൂട്ട്സ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനതൊന്ന് റിവൈസ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഒരു സെക്കൻഡ് ഡിഗ്രി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ അതിന് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് 2 ആണ്. ഏതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് സാധാരണ സെക്കൻഡ് ഡിഗ്രിയാണ്. എന്നാൽ ഏതൊരു പോളിനോമിയൽ ഇക്വേഷൻസിനായി കഴിഞ്ഞാലും അതിന് പോസിബിൾ ആയിട്ടുള്ള മാക്സിമം സൊല്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡിഗ്രി എത്രയാണോ അത്രയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ AX³ + BX² + CX + D എന്ന് പറയുന്ന ഒരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിന് പോസിബിൾ ആയിട്ടുള്ള മാക്സിമം സൊല്യൂഷൻ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, കാരണം എന്താണ്? കാരണം അതിൽ വരുന്ന ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് AX³ ആണ് വരുന്നത്. ഇനി അതേപോലെ തന്നെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് വരുന്ന സമയത്ത് AX² + BX + C = 0 ആണെങ്കിൽ അതിന് പോസിബിൾ ആയിട്ടുള്ള മാക്സിമം സൊല്യൂഷൻ എന്ന് പറയുന്നത് 2 ആണ്. ഇനി ഫോർ എക്സാമ്പിൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഞാനിപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുക്കുകയാണ്. ഓക്കെ, ഇനി പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് എൻ്റെ കൂടെ ഫോളോ ചെയ്ത് വരണേ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒന്നാമത്തത് AX² + BX + C = 0. ഇതാണ് ഞാൻ എടുക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്ന് ആൽഫ, രണ്ടാമത്തത് ബീറ്റ. ഇത് രണ്ടുമാണ് ഇതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ എനിക്ക് വേറെ രൂപത്തിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ എന്ന് പറയുന്നത്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം സൊല്യൂഷനാണ് ആൽഫയും ബീറ്റയും. ഓക്കെ, അതായത് എക്സിന് നമ്മൾ ഏത് വാല്യൂ കൊടുത്താലാണ് ഈ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ ഇക്വേഷൻ 0 ആകുന്നത്, ദിസ് ഇസ് ഈക്വൽ ടു 0 ആകുന്നത്, അതിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സിന് ആൽഫ കൊടുത്താൽ 0 ആകും. കാരണം ആൽഫ മൈനസ് ആൽഫ എന്ന് കിട്ടും. എക്സിന് ഇവിടെ ഫസ്റ്റ് ഭാഗത്ത് ആൽഫ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൽഫ മൈനസ് ആൽഫ ഇസ് ഈക്വൽ ടു 0 വരും. അപ്പോൾ 0 × എക്സ് മൈനസ് ബീറ്റ, അതെന്ത് തന്നെ ആയി കഴിഞ്ഞാലും ആൻസർ 0 ആണ്. അതുപോലെ എക്സ് ഇസ് ഈക്വൽ ടു ബീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ടേം ഇതെന്തായിരിക്കും? ബീറ്റ മൈനസ് ബീറ്റ ഇസ് ഈക്വൽ ടു 0 ആകും. അതുകൊണ്ട് ഈ ഇക്വേഷൻ 0 ആയിട്ട് മാറും. അപ്പോൾ സൊല്യൂഷൻ ആൽഫ ബീറ്റ ആണെന്നുണ്ടെങ്കിൽ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ ആയിരിക്കും. ഇനി അതുപോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് മൈനസ് ആൽഫ അതുപോലെ തന്നെ മൈനസ് ബീറ്റ ആണ് എന്ന് വിചാരിക്കുക. സൊല്യൂഷൻ മൈനസ് ആൽഫ മൈനസ് ബീറ്റ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ ആയിരിക്കും. കാരണം ഈ എക്സിന് നിങ്ങൾ മൈനസ് ആൽഫ കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് ആൽഫ പ്ലസ് ആൽഫ വരും, അല്ല ഇവിടെ മൈനസ് ആൽഫ പ്ലസ് ആൽഫ വരും, അത് 0 ആയിട്ട് മാറും. ഇനി അതല്ല, നിങ്ങൾ എക്സിന് ബീറ്റ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? മൈനസ് ബീറ്റ, ഇവിടെ പ്ലസ് ആണ്, സോറി, ഇവിടെ മൈനസ് ബീറ്റ പ്ലസ് ബീറ്റ വരും, മൈനസ് ബീറ്റ പ്ലസ് ബീറ്റ വരും. അപ്പോൾ എന്തായിരിക്കും? 0 ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും ഈ പറയുന്ന എക്സ് പ്ലസ് ആണോ മൈനസ് ആണോ ആൽഫ വരുന്നത് എന്നുള്ളത്. സൊല്യൂഷൻ്റെ സൈൻ എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു എക്സ് പ്ലസ് ബീറ്റ എന്ന് കിട്ടും. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് പഠിക്കുന്ന സമയത്ത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഇക്വേഷൻ എടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ആൽഫ ബീറ്റ, ഇത് രണ്ടുമാണ് സൊല്യൂഷൻ എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. 0 അപ്പുറത്തുണ്ട്, ഞാൻ ഇനി ചെയ്യുന്ന സമയത്ത് 0 ഏറ്റവും അവസാനം ഇട്ടുള്ളൂ. ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ 0 ഉണ്ട് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഇനി ഞാൻ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നത് x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് ആൽഫ ബീറ്റ എന്നായിരിക്കും. ഓക്കെ, പ്ലസ് ആൽഫ ബീറ്റ എന്നായിരിക്കും. എങ്ങനെയാണ് കിട്ടുന്നത്? എക്സ് ഇൻറ്റു എക്സ് x² എന്ന് കിട്ടും, എക്സ് ഇൻറ്റു മൈനസ് ബീറ്റ എന്ന് കിട്ടും. ഓക്കെ, അതായത് മൈനസ് ബീറ്റ എക്സ് കിട്ടും. അതുപോലെ മൈനസ് ആൽഫ ഇൻറ്റു എക്സ് എന്ന് പറയുന്ന സമയത്ത് മൈനസ് ആൽഫ എക്സ് കിട്ടും. അപ്പോൾ എക്സ് കോമൺ ആക്കി എടുക്കുന്ന സമയത്ത് ആൽഫ പ്ലസ് ബീറ്റ, കാരണം എന്താണ്? മൈനസ് ആൽഫ എക്സും മൈനസ് ബീറ്റ എക്സും വരുന്നുണ്ട്. മൈനസ് കോമൺ ആക്കി എടുക്കുക, മൈനസ് എക്സ് കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ ബ്രാക്കറ്റിൽ ഇടാൻ പറ്റും. ഇനി മൈനസ് ആൽഫ ഇൻറ്റു മൈനസ് ബീറ്റ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും, ആൽഫ ബീറ്റ എന്ന് കിട്ടും. ഇനി നിങ്ങൾ നോക്കുക, ഈ പറയുന്നത് രണ്ടാമത്തെ ഇക്വേഷനാണ്, ഇത് പറയുന്നത് ഒന്നാമത്തെ ഇക്വേഷനാണ്. ഈ രണ്ട് ഇക്വേഷനും കൂടെ ഞാൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലാവും. ഈ ഇക്വേഷനിൽ AX² + BX + C ആണ്. ആ ഇക്വേഷനെ മുഴുവൻ ഞാൻ A കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്?
എക്സ് സ്ക്വയർ പ്ലസ് ബി ബൈ എ എക്സ് പ്ലസ് സി ബൈ എ ഇസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഇസ് ഈക്വൽ ടു 0 ആണ് കിട്ടുക അല്ലേ? നിങ്ങൾ ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കൂ. ഞാൻ ആദ്യത്തെ ഇക്വേഷനെ ഡിവൈഡഡ് ബൈ എ ചെയ്തു. എ എക്സ് സ്ക്വയർ ബൈ എ വരും, എയും എയും കട്ടാവും. ബി എക്സ് ബൈ എ വരും, അത് അതേപോലെ ഞാൻ എഴുതി ബി ബൈ എ എക്സ് എന്ന് എഴുതി. ദെൻ സി ബൈ എ വരും, അതും ഞാൻ എഴുതി. 0 ബൈ എ വന്നു കഴിഞ്ഞാൽ 0 തന്നെയാണ്, അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഓരോന്നും ഞാൻ എന്ത് ചെയ്തു, എഴുതി. ഇനി ഇത് രണ്ടും കൂടെ ഞാൻ കമ്പയർ ചെയ്യുകയാണ്. ഈ രണ്ടാമത്തെ ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷനും കൂടെ ഞാൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലാവും. ഈ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത്, മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് ബി ബൈ എ ആണ് അല്ലേ? മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു ബി ബൈ എ ആണ്. അല്ലെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ആണ്. ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ആണ്. അതുപോലെ നിങ്ങൾ നോക്കുക, ഇവിടെ പറയുന്നുണ്ട് ആൽഫ ബീറ്റ എന്ന് വരുന്നുണ്ട്. അതായത് ആൽഫയും ബീറ്റയും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നത് എന്താണ്? സി ബൈ എ ആണ്. അപ്പം ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു സി ബൈ എ ആണ്. അപ്പോൾ ഇവിടെ എനിക്ക് സൊല്യൂഷൻസ് തമ്മിലുള്ള ഒരു ഇക്വേഷൻ കിട്ടി. നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആൽഫ ബീറ്റ ആണ് എന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻസ് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത്, ആൽഫ പ്ലസ് ബീറ്റ ഞാൻ ആഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് അതിൻ്റെ നെഗറ്റീവാണ്. ഓക്കെ, നെഗറ്റീവ് ഓഫ് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. കാരണം ബി എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, എ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. അതിൻ്റെ നെഗറ്റീവ് എടുക്കണം. ഇനി ഈ രണ്ട് സൊല്യൂഷനും കൂടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്ന സമയത്ത് സി ബൈ എ ആണ് കിട്ടുന്നത്. സി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ്, കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു സി ബൈ എ ആണ്. ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ആണ്. ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതിന് മുകളിലേക്കാണ് ഇനി നമ്മൾ കൺസെപ്റ്റുകൾ മുഴുവൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ, ആ സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്വാഡ്രാറ്റിക് ഇക്വേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കൂടെ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാനത് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണെന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതിൻ്റെ സൊല്യൂഷനാണ് ആൽഫ ബീറ്റ എന്നുണ്ടെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ആണ്. ആൽഫ ഇൻറ്റു ബീറ്റ ഇസ് ഈക്വൽ ടു സി ബൈ എ ആണ്. ഈ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ആണ്. അവിടെ സൈൻ മറന്നു പോകരുത്, മൈനസ് ബി ബൈ എ ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇനി ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വരുന്ന സമയത്ത് അതൊരു പരാബോള ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, എ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ, ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എ പോസിറ്റീവ് ആണെങ്കിൽ അത് അപ്വേർഡ് ഫേസിംഗ് ആയിരിക്കും, മുകളിലേക്കായിരിക്കും അത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ജനറലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതുപോലെ ഒരു പരാബോളയായിട്ട് വരയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് ആൽഫയും ഈ പോയിന്റ് ബീറ്റയും ആയിരിക്കും. കാരണം ആ പോയിന്റിലാണ് ഈ ഫംഗ്ഷൻ വാല്യൂ y ഈസ് ഈക്വൽ ടു 0 ആകുന്നത്. ഇവിടെ വൈയുടെ വാല്യൂ 0 ആണ്, ഇവിടെ വൈയുടെ വാല്യൂ 0 ആണ്. കാരണം എന്താണ്? എലോങ് ദി എക്സ് ആക്സിസ് വൈയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ വൈയുടെ വാല്യൂ 0 ആകുന്ന രണ്ട് പോയിന്റാണ് ആൽഫ ബീറ്റ എന്ന് പറയുന്നത്. കാരണം അത് ഈ പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. ദാറ്റ് ഇസ്, ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 0 ആകുന്ന പോയിന്റുകളാണ് ആൽഫയും ബീറ്റയും. ഓക്കെ, ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 0 ആകുന്ന രണ്ട് പോയിന്റുകളാണ് ആൽഫ ബീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും മൈൻഡിൽ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കണം. ഇനി ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അതായത് എപ്പോഴാണ് ഈ ഗ്രാഫിന് രണ്ട് സൊല്യൂഷൻ വരുന്നത്, ഒരു സൊല്യൂഷൻ നെഗറ്റീവും പോസിറ്റീവുമായിട്ട് വരുന്നത് എപ്പോഴാണ്, രണ്ട് സൊല്യൂഷനും പോസിറ്റീവായിട്ട് വരുന്നത് എപ്പോഴാണ്, ഇതൊക്കെ ഈ പറയുന്ന എയുടെയും സിയുടെയും ബിയുടെയും സൈൻ വെച്ചുകൊണ്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്കിനി വരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് ഓർത്ത് വെക്കണം. ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ ഇന്നലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ഒരു റിവിഷൻ പോലെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ഇനി ഞാൻ ആ ഡിറൈവ് ചെയ്തെടുത്ത കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്ന കാര്യം അതേപോലെ ഇവിടെ കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ അതിൻ്റെ ഡെറിവേഷനൊക്കെ പറഞ്ഞത്. അപ്പോൾ സം ഓഫ് ദി റൂട്ട് എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ ആയിരിക്കും. ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ ആയിരിക്കും. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറയുന്ന സമയത്ത് എപ്പോഴെങ്കിലും
ബൈ സ്ലിപ്പ് ഓഫ് ടങ്. കാരണം ബീറ്റ വരുന്നുണ്ട്, ബി വരുന്നുണ്ട്, എപ്പോഴെങ്കിലും മാറി പറയുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കറക്റ്റ് ചെയ്തിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞത് ആൽഫ പ്ലസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ബീറ്റ ബൈ എ എന്നാണ്. അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും ബൈ സ്ലിപ്പ് ഓഫ് ടങ് വന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കണേ, പെട്ടെന്ന് പറയുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ രണ്ട് സൊല്യൂഷനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൈനസ് ബി ബൈ എ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. രണ്ടും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുക. ആൽഫ ഇൻറ്റു ബീറ്റ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സി ബൈ എ ആണ്. ഓക്കെ, ആൽഫ ബീറ്റ നമുക്ക് കിട്ടുന്നത് സി ബൈ എ ആണ്. ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇനി അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 പോയിന്റിലായിരിക്കും ഇത് 0 ആയിട്ട് വരുന്നത്. ഓക്കെ, 2 പോയിന്റിലായിരിക്കും ഇത് 0 ആയിട്ട് വരുന്നത്. ആ കൺസെപ്റ്റും ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതായിട്ട് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കണേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വിയറ്റാസ് ഫോർമുല എന്ന് പറയുന്നത്, ഒന്ന് ഓർത്ത് വെക്കണം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 2 മാസ്റ്റർ ഫോർമുല, ആ 2 മാസ്റ്റർ ഫോർമുലയുടെ 2 കേസാണ് പറയുന്നത്. സം ഓഫ് ദി റൂട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ, പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ബീറ്റ ഇസ് ഈക്വൽ ടു സി ബൈ എ. ഈ 2 കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, യെസ്. ഇനി അടുത്തത് ഡെറിവേഷനാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ഡെറിവേഷൻ ഇവിടെ കാണാൻ പറ്റും. ഞാൻ തൊട്ട് മുമ്പ് നിങ്ങൾക്ക് ആ ഒരു കാര്യം ഡിറൈവ് ചെയ്ത് തന്നില്ലേ, അതിൻ്റെ ഡെറിവേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ആ ഡെറിവേഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. മൈനസ് എ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു ബി. പക്ഷേ ഇവിടെ ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഒരു വേറെ ഡിഫറൻറ്റ് ആയിട്ടുള്ള രീതിയിലാണ്. ഓക്കെ, ഇവിടെ ഒരു ഡിഫറൻറ്റ് ഡെറിവേഷനാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നോട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഡെറിവേഷൻ ആയിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. 2 ഇക്വേഷനും കമ്പയർ ചെയ്തുകൊണ്ട് മനസ്സിലാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി. പക്ഷേ ഈ ഒരു ഡെറിവേഷൻ കുറച്ചുകൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഈ പറയുന്ന എനൊക്കെ പുറത്തേക്ക് എടുത്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഈ പറയുന്ന ആൽഫ പ്ലസ് ബീറ്റ എക്സ്, എന്നിട്ട് പിന്നെ അതിനെ കമ്പയർ ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് നല്ലത് ഞാൻ പറഞ്ഞ ആ ഒരു ഡെറിവേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇനി അതല്ല, ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇവിടെ വളരെ സിമ്പിളായിട്ട് എ പുറത്തേക്ക് എടുത്തു, എക്സ് സ്ക്വയർ പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് സീക്ക് പ്ലസ് ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ള രൂപത്തിലേക്ക് കമ്പൈൻ ചെയ്യണം. ഓക്കെ, അതെങ്ങനെ കമ്പൈൻ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു രൂപത്തിലേക്ക് എഴുതുകയാണ്. ഓക്കെ, അതായത് എ എന്ന് പറയുന്നതിന് ഞാൻ എന്താ ചെയ്തത്, ഡിവൈഡ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ഞാൻ അത് ഡിവൈഡ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അതിന് പകരം ഇവരെന്താ ചെയ്തത്, എ പുറത്തേക്ക് എടുത്തിട്ട് ബാക്കിയുള്ള ഇക്വേഷൻ അതേപോലെ തന്നെ എടുത്തു. ഞാൻ ചെയ്തത് എന്തായിരുന്നു, ഈ പറയുന്ന എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതിനെ എ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്താണ്, എ എക്സ് സ്ക്വയർ പ്ലസ് ഓക്കെ യെസ്, ഇവിടെ എന്തായിരിക്കും എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഓൾ ഡിവൈഡഡ് ബൈ എ ആണ് ഞാൻ ചെയ്തത്. ദിസ് ഈസ് ഈക്വൽ ടു എന്തെന്ന് ഞാൻ എടുത്തു, ഓക്കെ, എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ എന്ന് ഞാൻ എടുത്തു. ഓക്കെ, എക്സ് മൈനസ് ബീറ്റ എന്ന് ഞാൻ എടുത്തു. അപ്പോൾ ഇവർ ചെയ്ത എന്താണ്, ഈ പറയുന്ന എനെ ഇങ്ങോട്ടേക്ക് തന്നെ എടുത്തു. ഓക്കെ, എനെ അങ്ങോട്ടേക്ക് തന്നെ എടുത്തു. കാരണം എന്താണ്, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആക്കാൻ വേണ്ടിയിട്ടാണ് എ കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ എ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലും ഡിവൈഡ് ചെയ്യേണ്ടേ? വേണ്ട, ഇവിടെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 0 ആകുന്ന കേസാണ് എടുക്കുന്നത്. ഇവിടെ ഞാൻ ഡിവൈഡഡ് ബൈ എ കൊടുത്തു കഴിഞ്ഞാൽ 0 ആണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ 0 ആകുന്ന കേസാണ്. അപ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട. ഇനി എന്താണ് ചെയ്യുന്നത്, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ. ഇതാണ് ഇവരെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ. ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. അപ്പോൾ അത് എങ്ങനെ അവിടേക്ക് എത്തി എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഓക്കെ, പിന്നെ അതിന് എക്സ്പാൻഡ് ചെയ്ത് കമ്പയർ ചെയ്ത് വരികയാണ് ഇവർ ചെയ്യുന്നത്, ഈ നോട്ടിൽ കൊടുത്തിരിക്കുന്നത്. അതിനേക്കാളും നല്ലത് ഞാൻ തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ഡെറിവേഷൻ നിങ്ങൾ മൈൻഡിൽ വെക്കുക. അതായിരിക്കും കുറച്ചുകൂടെ, നമുക്കറിയാമല്ലോ മാത്സിൽ പല രൂപത്തിൽ നമുക്ക് പല കാര്യങ്ങളും ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാൻ പറഞ്ഞ ആ ഒരു ഡെറിവേഷൻ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫൈനലായിട്ട് സം ഓഫ് ദി റൂട്ട് മൈനസ് ബി ബൈ എ, പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് സി ബൈ എ എങ്ങനെ കിട്ടുന്നു എന്നുള്ള കാര്യങ്ങളാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന മറ്റ് ചില കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ പറയുന്ന സം ഓഫ് ദി റൂട്ടും പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ടും ഇത് നമ്മൾ കണ്ടു. ആൽഫ പ്ലസ് ബീറ്റയും അതുപോലെ തന്നെ ആൽഫ ഇൻറ്റു ബീറ്റയും നമ്മൾ കണ്ടു. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പല രൂപത്തിൽ ആപ്ലിക്കേഷൻസ് വരാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ടൈം ആൻഡ് വർക്കിൽ വരാറുണ്ട്, ഏരിയ കാണുന്ന കേസിൽ വരാറുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരാറുണ്ട്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലൊക്കെ ഈ പറയുന്ന ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ആപ്ലിക്കേഷൻ ലെവലിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നമ്പറും അതിൻ്റെ റെസിപ്രോക്കലും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 5 ആണ്. ഒരു നമ്പറും അതിൻ്റെ റെസിപ്രോക്കലും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഏതാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷേ ഈ ചോദ്യം എങ്ങനെയാണ് വരുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഒരു നമ്പറും അത് നമുക്കറിയില്ല എക്സ് പ്ലസ് അതിൻ്റെ റെസിപ്രോക്കൽ 1/x ഇസ് ഈക്വൽ ടു 5 ആണ്. ഇനി ഇത് സോൾവ് ചെയ്യണമെങ്കിൽ എന്താണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഞാൻ എന്ത് ചെയ്യണം, എല്ലാത്തിനെയും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും കിട്ടുക, എക്സ് സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 5x എന്ന് കിട്ടും. കാരണം എല്ലായിടത്തും ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു, ഇത് എക്സ് സ്ക്വയർ ആയി, ഈ എക്സ് കട്ടായി, ഇവിടെ ഒരു എക്സ് വരും. ഇനി ആ 5xനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 ക്വാഡ്രാറ്റിക് ഇക്വേഷനായി.
ഓക്കെ, ഇനിയിപ്പോൾ സേ ഫോർ എക്സാമ്പിൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കേസ് പറയാണ്. ഒരു പ്രൊഡക്റ്റ് ഒരാൾ 20 രൂപയ്ക്ക് വിറ്റ സമയത്ത് അയാൾക്ക്, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ അങ്ങനെയല്ല, ഒരു പ്രൊഡക്റ്റ് ഒരാൾ എന്ത് ചെയ്യാണ് 500 രൂപയ്ക്ക്, ഓക്കെ 500 രൂപയ്ക്ക് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ് നമ്പർ ഓഫ് പ്രൊഡക്റ്റ് വാങ്ങിച്ചു. ഓക്കെ, ഒരാൾ 500 രൂപയ്ക്ക് എക്സ് നമ്പർ ഓഫ് പ്രൊഡക്റ്റ് വാങ്ങിച്ചു. എന്നാൽ ഈ പറയുന്ന പ്രൊഡക്റ്റിൻ്റെ വില 5 രൂപ കുറവായിരുന്നു എന്നുണ്ടെങ്കിൽ 5 പ്രൊഡക്റ്റും കൂടെ അയാൾക്ക് കൂടുതൽ വാങ്ങിക്കാമായിരുന്നു. ഓക്കെ, ഈ പറയുന്ന പ്രൊഡക്റ്റിൻ്റെ വില, ഇപ്പോഴത്തെ പ്രൊഡക്റ്റിൻ്റെ വില എന്താണ്, 500 രൂപ കൊടുത്ത് എക്സ് പ്രൊഡക്റ്റ് വാങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ 500 ഡിവൈഡഡ് ബൈ എക്സ് ആണ് ഇപ്പം ഒരു പ്രൊഡക്റ്റിൻ്റെ വില. ആ പ്രൊഡക്റ്റിൻ്റെ വില 5 രൂപയും കൂടെ കുറവായിരുന്നു എന്നുണ്ടെങ്കിൽ അയാൾക്ക് എക്സ് പ്ലസ് 5 സാധനങ്ങൾ വാങ്ങിക്കാമായിരുന്നു. ഓക്കെ, അതായത് കൂടുതൽ സാധനങ്ങൾ, ഇത് ഈക്വൽ ടു അല്ലാട്ടോ വരുന്നത്, ഇത് കോസ്റ്റാണ്, ഇത് നമ്പറാണ്. അപ്പോൾ എക്സ് പ്ലസ് 5 സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. അപ്പോൾ ആ സമയത്തുള്ള വില എന്തായിരിക്കും, ഇതേ സെയിം 500 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 5 എന്ന് കിട്ടും. ഇനി ഇതും നിങ്ങൾ സോൾവ് ചെയ്യണമെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെ ഉപയോഗിക്കണം. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെ ഉപയോഗിക്കണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരും, അത് സോൾവ് ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കേസിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കുക, നമ്പർ സിസ്റ്റത്തിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്നുണ്ട്, ഏരിയയിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്നുണ്ട്, വർക്ക് ആൻഡ് ടൈമിൻ്റെ പ്രോബ്ലത്തിൽ ഈ പറയുന്ന പോലെ തന്നെ എന്ത് വരുന്നുണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്നുണ്ട്. ഇങ്ങനെ പല രൂപത്തിലേക്ക് ഇനി അപ്ലിക്കേഷൻ ലെവൽ ഈ ഒക്കെ ചോദ്യങ്ങൾ നമുക്ക് നോട്ടിലുണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാം ഡിഫറൻറ്റ് കേസ് സ്റ്റഡീസ് നിങ്ങൾക്ക് ഈ ഒരു നോട്ടിൽ കുറച്ച് താഴേക്ക് പോകുന്ന സമയത്ത് കിട്ടും. ഓക്കെ, ഓരോ കേസ് സ്റ്റഡിയും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സൊല്യൂഷൻ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിലൊക്കെ ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസ് ആയിട്ട് വരുന്ന കൺസെപ്റ്റുകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കി ആൻസർ പറയാൻ വേണ്ടിയിട്ടുള്ള ചില കൺസെപ്റ്റുകളാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എ, ആൽഫ ഇൻറ്റു ബീറ്റ സി ബൈ എ, ആൽഫയും ബീറ്റയും ഈ പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു, അത് കാണണമെന്നുണ്ടെങ്കിൽ ബി ബൈ എ സ്ക്വയർ മൈനസ് 2 സി ബൈ എ ചെയ്താൽ മതി. ഒറ്റയടിക്ക് നമുക്ക് ആൻസർ കിട്ടും. ബി സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് 2 സി ബൈ എ ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ബി ബൈ എ സ്ക്വയർ മൈനസ് 2 സി ബൈ എ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ബി ബൈ എ ഹോൾ സ്ക്വയർ മൈനസ് 2 സി ബൈ എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മതി. ഓക്കെ, ഇതൊക്കെ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യനിലൊക്കെ ഈ പറയുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള കേസ് സ്റ്റഡീസ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇനി അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർ നമുക്ക് കാണണം എന്ന് വിചാരിക്കുക. ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർ നമുക്ക് കാണണം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി, ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ എ സ്ക്വയർ, അതായത് ഡി ബൈ എ സ്ക്വയർ. ഡി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്ക്രിമിനൻ്റ് ആണ്. ബി സ്ക്വയർ മൈനസ് 4ac ഡിസ്ക്രിമിനൻ്റ് ആണ്. അപ്പോൾ ഡിസ്ക്രിമിനൻറ്റിൻ്റെ സ്ക്വയർ, കാരണം ഓക്കെ ഡി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ആണ് വരുന്നത്. ഓക്കെ, ഡി ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് 4ac ആണ് വരുന്നത്. ഓക്കെ, സോ ആ ഒരു ഡിസ്ക്രിമിനൻ്റ് എന്ത് ചെയ്താൽ മതി, ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഡി ബൈ എ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ ആയിരിക്കും കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ ആൽഫ മൈനസ് ബീറ്റ കിട്ടണമെന്നുണ്ടെങ്കിലോ, ഈ പറഞ്ഞ പോലെ ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർ കിട്ടാൻ ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ എന്തായിരിക്കും, റൂട്ട് ഡി ഡിവൈഡ് ബൈ റൂട്ട് എ സ്ക്വയർ എന്ന് പറയുന്നത് എ ആണ്, റൂട്ട് ഡി ഡിവൈഡഡ് ബൈ എ. പിന്നെ റൂട്ട് എടുക്കുന്ന സമയത്ത് പ്ലസ് ഓർ മൈനസ് അത് അവിടെ വേണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ 1 ബൈ ആൽഫ പ്ലസ് 1 ബൈ ബീറ്റ, ഇത് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റെസിപ്രോക്കൽ, ഓക്കെ സൊല്യൂഷൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ഈ പറയുന്ന രൂപത്തിൽ ഒരു നമ്പറാണ് എന്ന് നിങ്ങൾക്ക് തരും. ആ രണ്ട് നമ്പേഴ്സും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ, രണ്ട് സൊല്യൂഷനും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതാണെന്ന് പറയും. ഇപ്പോൾ നിങ്ങൾക്കറിയാം ആൽഫ പ്ലസ് ബീറ്റ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ബി ബൈ എ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1 ബൈ ആൽഫ പ്ലസ് 1 ബൈ ബീറ്റ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് മൈനസ് ബി ബൈ സി ആണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ചിലപ്പം ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കാം. ഓക്കെ, ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്കറിയാം ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്ന സമയത്ത് സി ബൈ എ ആണ്. ഓക്കെ, സി ബൈ എ ആണ് വരുന്നത്. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറയുന്ന രണ്ട് ഇക്വേഷനും കൂടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനും കൂടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്, ആൽഫ ബീറ്റ ഇൻറ്റു 1 ബൈ ആൽഫ പ്ലസ് 1 ബൈ ബീറ്റ ഇസ് ഈക്വൽ ടു, ഓക്കെ അതിൻ്റെ റൈറ്റ് സൈഡിൽ എന്തായിരിക്കും വരുന്നത്, മൈനസ് ബി ബൈ സി ഇൻറ്റു സി ബൈ എ എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കട്ടാകുന്ന സമയത്ത് മൈനസ് ബി ബൈ എ, കണ്ടില്ലേ മൈനസ് ബി ബൈ എ റൈറ്റ് സൈഡ് എനിക്ക് കിട്ടി. ഇനി ഇവിടെ ഞാൻ ആൽഫ ബീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആൽഫ ബീറ്റ ഇൻറ്റു 1 ബൈ ആൽഫ രണ്ടും കൂടെ കട്ട് ചെയ്യുമ്പം ബീറ്റ എന്ന് കിട്ടും. പ്ലസ് ആൽഫ ബീറ്റ ഇൻറ്റു ബീറ്റ ചെയ്യുന്ന സമയത്ത് ആൽഫ കിട്ടും. ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ, ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. അപ്പോൾ ഇതൊക്കെ പരസ്പരം നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ വളരെ ഈസിയാണ്. ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം, ഡിറൈവ് ചെയ്ത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഓക്കെ,
സോ പരസ്പരം തിരിച്ചു മറിച്ചൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡിറൈവ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക പഠിച്ചു വയ്ക്കുക. ഇതുവരെയുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. 1/α + 1/β = 1/α + 1/β = -b/a. അതുപോലെ 1/α × 1/β = a/c ആണ്. കാരണം എന്താണ്? ആൽഫ ബീറ്റ = c/a ആണെന്നുണ്ടെങ്കിൽ 1/α β = a/c ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിവിടെ ടാബുലാർ ഫോമിലും കൊടുത്തിട്ടുണ്ട്. ഇനി ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, ഓക്കെ, ആദ്യം കൊടുത്തിരിക്കുന്ന ഇത്രയും ഞാൻ പറഞ്ഞു, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി ഇവിടേക്ക് വരുന്ന സമയത്ത് എക്സ്പ്രഷൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം α³ + β³ അതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, α³ - β³ അതിനെങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ള രൂപത്തിലേക്കൊക്കെ പറഞ്ഞതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇനി കുറച്ച് സൊല്യൂഷൻസ്, ചില ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതൊന്ന് സോൾവ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് തന്നിരിക്കുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നു. 2x² - 7x + 3 തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് എ, ഇതാണ് ബി എന്ന് പറയുന്നത് -7 ആണ്, സി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് -7 ആണ് വരുന്നത്, സി എന്ന് പറയുന്ന സമയത്ത് 3 ആണ് വരുന്നത്. അപ്പോൾ α + β = -b/a ആണ്. അപ്പോൾ -7 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ആൻസർ വരുന്നത് 7/2 ആണ്. ദെൻ ആൽഫ ബീറ്റ വരുന്നുണ്ട്, c/a ആണ് വരുന്നത്. സിയുടെ വാല്യൂ 3 ആണ്, എയുടെ വാല്യൂ 2 ആണ്, 3/2 എന്ന് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങളും ഡിറൈവ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ ആൽഫ + ബീറ്റയുടെയും വാല്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ അവിടെ ആൽഫ - ബീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ആൽഫ + ബീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം, അതിൻ്റെ സ്ക്വയർ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, 2α β വരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യണം, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 3/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങനെ എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ചെടുക്കണം. ആൽഫ - ബീറ്റയുടെ വാല്യൂ ഒക്കെ എടുക്കണം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടുന്ന് എങ്ങനെയാണ്, അതായത് ഈ സൊല്യൂഷൻ കിട്ടിയതിൽ നിന്ന് നമുക്ക് ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ എങ്ങനെയാണ് കാണുന്നതെന്നുള്ളത് കുറച്ച് കോംപ്ലക്സ് ആണ്. സാധാരണ ഇത് നമ്മൾ ഉപയോഗിക്കാറില്ല. നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതായത് സൊല്യൂഷൻ x = -b ± √b² - 4ac/2a എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഇതുപോലെ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ആൽഫ + ബീറ്റയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആൽഫ - ബീറ്റ കണ്ടുപിടിച്ച് അതിൽ നിന്ന് ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ എങ്ങനെ കാണുന്നുള്ളത് ഞാനൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു തരാം, നിങ്ങളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ആൽഫ + ബീറ്റ ആൽഫ + β² α² + 2α β + β² എന്ന് കിട്ടും. ഓക്കെ, ഇനി ഞാനിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് നിന്നും റൈറ്റ് നിന്നും -4α β ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, -4α β. അപ്പോൾ ആൽഫ + ബീറ്റ (² -4α β ഞാൻ ചെയ്യാണ്. അപ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്, α² + 2α βയിൽ നിന്നും -4α β ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്, -2α β കിട്ടും +β² എന്ന് കിട്ടും. ഓക്കെ, +β² എന്ന് കിട്ടും. അപ്പോൾ ആൽഫ + ബീറ്റയുടെ വാല്യൂ നിങ്ങൾക്കറിയാം. ആൽഫ + ബീറ്റയുടെ വാല്യൂ എന്താണ് വരുന്നത്, 7/2² ആണ് വരുന്നത്. അപ്പോൾ 7/2² -4α β, ആൽഫ ബീറ്റയുടെ വാല്യൂ എന്താണ് വരുന്നത്, 3/2 ആണ്, ഇൻറ്റു 4 വരുന്നുണ്ട്. അപ്പോൾ 12/2 എന്ന് കിട്ടും. ഓക്കെ, 12/2 എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു α² - 2α β + β² എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽഫ - ബീറ്റ (² ആണ്. ആൽഫ - ബീറ്റ (² ആണ്. ഇനി 7/2² എന്ന് പറയുന്ന സമയത്ത് 49/4 എന്ന് കിട്ടും. ഓക്കെ, 49/4 എന്ന് കിട്ടും. -12/2 ആണ്. അപ്പോൾ 12/2നെ 12/4 ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ 4 ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 24/4 എന്ന് കിട്ടും. 24/4 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും കിട്ടുന്നത്, 25/4 എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു ആൽഫ - ബീറ്റ² ആണ്. ഇനി ഞാൻ രണ്ട് ഭാഗത്തും റൂട്ട് എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്, ആൽഫ - ബീറ്റ = 5/2 എന്ന് കിട്ടും. അപ്പോൾ ആൽഫ - ബീറ്റയുടെ വാല്യൂ 5/2 ആണ്. ആൽഫ + ബീറ്റയുടെ വാല്യൂ 7/2 ആണ്, അല്ലേ? ആൽഫ + ബീറ്റയുടെ വാല്യൂ 7/2 ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ + ബീറ്റയും ആൽഫ - ബീറ്റയും കൂടെ ഞാൻ ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ആൽഫ + ബീറ്റ = 7/2 ആണ്. ഇത് രണ്ടും കൂടെ ഞാൻ കൂട്ടുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നത് 2α = 12/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. അതായത് ആൽഫ = 3 എന്ന് കിട്ടും. ആൽഫയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ബീറ്റയുടെ വാല്യൂ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാമല്ലോ. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾക്ക് സൊല്യൂഷൻസ്, അതായത് ഈ പറയുന്ന ആൽഫ ബീറ്റ വാല്യൂ വെച്ചുകൊണ്ടും എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ രൂപത്തിലും സൊല്യൂഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നു മാത്രം.
ഓക്കെ, കാണിച്ചു തന്നത് മാത്രം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആൽഫയുടെ വാല്യൂ എനിക്ക് 3 ആണ് കിട്ടിയത്, ഇൻറ്റു ബീറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 3/2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ബീറ്റയുടെ വാല്യൂ കിട്ടി 1/2 ആണ്. സോ ബീറ്റയുടെ വാല്യൂ എന്തായിരിക്കും കിട്ടുന്നത്? ബീറ്റ ഇസ് ഈക്വൽ ടു 1/2, ആൽഫ ഇസ് ഈക്വൽ ടു 3. ഇതാണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ ആൽഫ പ്ലസ് ബീറ്റ ചെയ്യുന്ന സമയത്തോ 3 + 1/2. ഓക്കെ, നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? 6/2, രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 7/2. സെയിം അല്ലേ? വാല്യൂ സെയിം അല്ലേ? യെസ്. അപ്പോൾ ഈ രൂപത്തിലും സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് കുറച്ച് കോംപ്ലക്സ് ആണെന്ന് ഞാൻ ആദ്യം തന്നെ പറയാൻ കാരണം അതാണ്. നമുക്ക് കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ പ്രോസസ്സുകൾ ആ ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാനത് പറഞ്ഞു തന്നു മാത്രം, നോട്ടിലില്ല. ഓക്കെ, ഞാൻ കൊടുക്കാത്തതിൻ്റെ കാരണം അതാണ്. ഇത് ആവശ്യമില്ല, നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ അതേ മെത്തേഡുകൾ ട്രിക്സ് തന്നെ ഉപയോഗിച്ചാൽ മതി. ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. എന്നാലും ഞാനത് കൂടെ ഒന്ന് പറഞ്ഞു തന്നു മാത്രം, ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് അവിടെ പറഞ്ഞു തന്നു മാത്രം. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ റെസിപ്രോക്കൽ ഓഫ് ദി റൂട്ട് കാണാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആൽഫ ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് ദി x² - 5x + 4 = 0 ആണെങ്കിൽ ഫൈൻഡ് 1/α + 1/β കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റയും അതുപോലെ തന്നെ ആൽഫ ബീറ്റയുടെയും വാല്യൂ നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഡിവൈഡ് ബൈ ആൽഫ ബീറ്റ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1/α + 1/β കിട്ടും. വളരെ ഈസി ആയിട്ട് 5/4 എന്നുള്ള ആൻസറിലേക്ക് എത്തിയത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെന്ത് ചെയ്യും, ഇതിൻ്റെ സൊല്യൂഷൻസ് ആദ്യം കണ്ടുപിടിക്കും, എന്നിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കും, റെസിപ്രോക്കൽ രണ്ടും കൂടെ ആഡ് ചെയ്യും. ഒരുപാട് സ്റ്റെപ്പ് വരുന്നുണ്ട്, പക്ഷേ ഇവിടെ എന്താണ് നോക്കി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഞാൻ പറഞ്ഞത് 1/α + 1/β അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞത് നമ്മൾ ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 1/α + 1/β = -b/c. ഓക്കെ, -b/c ആ വാല്യൂ തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്, -b/c. അപ്പം -b എന്ന് പറയുമ്പോൾ -5 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഇസ് ഈക്വൽ ടു 5/4. ഒറ്റയടിക്ക് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ആ ടേബിളും കാര്യങ്ങളൊക്കെ കൊടുത്തത്. അതാണ് ഞാൻ പറഞ്ഞത്, അത് പഠിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് വരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി നിങ്ങൾ നോക്കുക, ഇതുപോലത്തെ ഒരു എക്സാമിനേഷനിൽ പല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. മാത്സിലും ഫിസിക്സിലും ഈവൻ കെമിസ്ട്രിയിൽ വരെ നിങ്ങൾക്ക് ഡിഫറൻറ്റ് രൂപത്തിലുള്ള പ്രോബ്ലംസ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം കൂടെ സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിന് മാത്രം സമയം നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ പഠിച്ചു പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് നിങ്ങൾക്കൊരു എഡ്ജ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ സമാധാനത്തിൽ സോൾവ് ചെയ്യുന്നതിനും ബെറ്റർ മാർക്ക് ഉണ്ടാക്കാനും നല്ല റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ 1-2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്തത് ഫോമിംഗ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫ്രം ദ ഗിവൺ റൂട്ട്സ്. നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ റൂട്ടിൽ നിന്ന് നമ്മൾ ഇനി തിരിച്ച് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഫോം ചെയ്യണം. അപ്പോൾ നമുക്ക് റൂട്ട് തന്നു, ആൽഫ ബീറ്റ ഇത് രണ്ടുമാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ റൂട്ട്സ് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തിരിച്ച് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫസ്റ്റ് ഫോർ എക്സാമ്പിൾ നേരത്തെ ഞാൻ പറഞ്ഞു ആൽഫ ബീറ്റ ആണ് റൂട്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ സൈൻ റിവേഴ്സ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സിൻ്റെയും അതുപോലെ തന്നെ ആൽഫയുടെയും ഇടയ്ക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ x - α × x - ബീറ്റ ഇതായിരിക്കും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ 2ഉം 3ഉം ആണ് എന്നുണ്ടെങ്കിൽ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ 2, 3 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സൊല്യൂഷൻ ഇതാണെങ്കിൽ x - 2 × x - 3 ആയിരിക്കും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതായത് x² - 5x + 6 ആയിരിക്കും = 0 ആയിരിക്കും ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ആൽഫ പ്ലസ് ബീറ്റ 2ഉം 3ഉം കൂടെ കൂട്ടി 5, അതിന് നെഗറ്റീവ് സൈന് കൊടുത്തു. 2ഉം 3ഉം കൂടെ കൂട്ടി 6, അതാണ് പറയുന്നത് x² - 5x + 6 = 0 എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പല കാര്യങ്ങളും സോൾവ് ചെയ്യാം. അതാണ് പറഞ്ഞത് x² - സം ഓഫ് ദി റൂട്ട്സ്, അതാണ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട് കോൺസ്റ്റൻ്റ് ആയിട്ടും വരുന്നുണ്ടായിരിക്കും. ഇങ്ങനെ വന്ന കണ്ടീഷൻ എന്താണ്, എയുടെ വാല്യൂ 1 ആയതാണ്. ഓക്കെ, അതായത് x²ൻ്റെ കോഎഫിഷ്യൻ്റ് a = 1 ആയപ്പോഴാണ് ഈ രൂപത്തിലേക്ക് നമുക്ക് വാല്യൂ കിട്ടിയത്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കാം. ഓക്കെ, സോ ഈ പറയുന്ന രൂപത്തിലേക്ക് നിങ്ങൾക്കൊരു സൊല്യൂഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും എങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടാക്കാം എന്നുള്ളതും ഇപ്പം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഈ രൂപത്തിലേക്ക് നിങ്ങൾക്ക് ഡിഫറൻറ്റ് രൂപത്തിലേക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഫൈനലായിട്ട് ഇവിടെ ഒരു kx² വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, k കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം റൈറ്റ് സൈഡിൽ 0 ആയതുകൊണ്ട് അത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ax² + bx + c എന്ന് പറയുന്ന രൂപത്തിലേക്ക് തന്നെ അത് മാറുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ kക്ക് പകരം ഇവിടെ a ആയിരിക്കും വരുന്നത്, ax². ദെൻ a × s എന്ന് പറയുന്നതിന് നമ്മൾ b എന്ന് കൊടുക്കും, bx + k × p എന്ന് പറയുമ്പോൾ c എന്ന് കൊടുക്കും. ഓക്കെ, ഇനി ഈ പറയുന്ന എസും പി ഒക്കെ എന്താണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സം ഓഫ് ദി പ്രൊഡക്റ്റും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റുമാണ്, സം ഓഫ് ദി സൊല്യൂഷനും പ്രൊഡക്റ്റ് ഓഫ് ദി സൊല്യൂഷനാണ് വരുന്നത്. ഓക്കെ,
ഇനി അതുപോലെ കുറച്ച് സോൾവഡ് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള. ഇനി ഇത് നിങ്ങൾ നോക്കണ്ടേ കോംപ്ലക്സ് കോൺജുഗൽ റൂട്ട്, കാരണം കോംപ്ലക്സ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇമാജിനറി സൊല്യൂഷൻസ് വരുന്നത് നിങ്ങളുടെ സിലബസിൽ വരുന്നില്ല, നമുക്ക് പഠിക്കാൻ വരുന്നില്ല. എന്നാലും ഡിഫറെൻറ്റ് കാര്യങ്ങൾ വരുന്നത് കൊണ്ടും ഈ കോംപ്ലക്സ് നമ്പേഴ്സ് വരുന്ന കേസും ജസ്റ്റ് ഒന്ന് കൊടുത്തെന്ന് മാത്രം. താല്പര്യം ഉണ്ടെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ നോക്കണ്ട. എക്സാം സിലബസ് വ്യൂ പോയിന്റിൽ അത് ആവശ്യമായിട്ട് വരുന്നില്ല. ഓക്കെ, ഇനി അടുത്തതാണ് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും 2 കാറ്റഗറി വരുന്നുണ്ട്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എ എക്സ് സ്ക്വയർ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 വരുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സി എന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് സി ബൈ ആണ്. എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് മൈനസ് സി ബൈ എ എന്ന് കിട്ടുന്നുണ്ടായിരിക്കും. ഇനി ഇതിന് സൊല്യൂഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മൈനസ് സി ബൈ എ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ ഇമാജിനറി റൂട്ട് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് പറയാം സി ബൈ എ എന്ന് പറയുന്ന ആ ഒരു പോസിറ്റീവ് നമ്പർ മാത്രം എടുക്കുകയാണ്, പ്ലസ് ഓർ മൈനസ് റൂട്ട് സി ബൈ എ. അങ്ങനെയാണെങ്കിൽ അവിടെ സൊല്യൂഷൻ വരുള്ളൂ. ഓക്കെ, ഇനി അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3x സ്ക്വയർ മൈനസ് 27 ഇസ് ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പോൾ നേരെ എന്ത് ചെയ്തു, 3x സ്ക്വയർ ഇസ് ഈക്വൽ ടു 27, കാരണം ഇതിനെ പുറത്തേക്ക് കൊണ്ടുപോയി സൈൻ ചേഞ്ച് ചെയ്തു. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 27/3 ആണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 9 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3 എന്ന് കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ കുറച്ചും കൂടെ വളരെ ഈസി ആയിട്ടുള്ളതാണ്. ഇനി അടുത്തത് പെർഫെക്റ്റ് സ്ക്വയർ വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് പ്ലസ് എ ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന രൂപത്തിലേക്ക് വരുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഉണ്ടായിരിക്കും. അത് സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 25 വരുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇവിടെ എക്സ് മൈനസ് 5 ആണ്. അപ്പോൾ -5ൻ്റെ സ്ക്വയർ ആണ്, -5ൻ്റെ സ്ക്വയർ ആണ് ഈ പറയുന്ന 25. -5 ഇൻറ്റു 2 ആണ് എന്ത് ഈ പറയുന്ന 10 എന്ന് പറയുന്നത്. എക്സ് സ്ക്വയർ മൈനസ് 2ax പ്ലസ് എ സ്ക്വയർ ആണ് അല്ലേ. എക്സ് സ്ക്വയർ മൈനസ് 2ax ആണ്. -2 ഇൻറ്റു എ എന്ന് പറയുമ്പോൾ എന്താണ്, 2 ഇൻറ്റു -5 10 വരും. എ സ്ക്വയർ എന്താണ് 25 വരും. അപ്പോൾ എന്തായിരിക്കും, എക്സ് മൈനസ് 5 സ്ക്വയർ ആണ് വരുന്നത്. എക്സ് മൈനസ് 5 സ്ക്വയർ ആണ്. അപ്പോൾ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ് മൈനസ് 5 ഇസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു 5. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം എക്സ് മൈനസ് 5 0 ആവണമെങ്കിൽ എക്സിന് 5 തന്നെ വരണം. ഓക്കെ, എക്സിന് 5 തന്നെ വരണം. ഇവിടെ സിംഗിൾ സൊല്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ, 2 സൊല്യൂഷൻ വരുന്നില്ല. ഒറ്റ സൊല്യൂഷൻ മാത്രമേ അവിടെ വരുള്ളൂ. കാരണം ഇതിൻ്റെ ഡിസ്ക്രിമിനൻറ്റ് ഡി ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഡിസ്ക്രിമിനൻറ്റ് ഡി ഇസ് ഈക്വൽ ടു 0 ആയാൽ ഒരു സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതും കൂടെ എന്ത് ചെയ്യണം, മൈൻഡിലൊന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്തത് റെസിപ്രോക്കൽ ഓഫ് ദി റൂട്ട് ആണ് വരുന്നത്. ഓക്കെ, റെസിപ്രോക്കൽ ഓഫ് ദി റൂട്ട് വരുന്നുണ്ട്. അതിൻ്റെ കേസ് സ്റ്റഡിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആൽഫ എന്ന് പറയുന്നതിന് 1/α ആയിട്ടും ബീറ്റ എന്ന് പറയുന്നതിന് 1/β ആയിട്ടും നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട് എന്ന് പറയുന്നത് 1 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട് 1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആൽഫ ഇൻറ്റു ബീറ്റ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു സൊല്യൂഷൻ മറ്റൊരു സൊല്യൂഷൻ്റെ റെസിപ്രോക്കൽ ആണെന്നാണ്. അതായത് ആൽഫ ഇസ് ഈക്വൽ ടു 1/β ആണ്. ഓക്കെ, ആൽഫ ഇസ് ഈക്വൽ ടു 1/β ആണ്. ഒന്ന് മറ്റൊന്നിൻ്റെ റെസിപ്രോക്കലാണ്. ബീറ്റ ഇസ് ഈക്വൽ ടു 1/α ആയിരിക്കും, ആൽഫ ഇസ് ഈക്വൽ ടു 1/β ആയിരിക്കും. ഈ കൺസെപ്റ്റിൽ നിന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യം വരുന്നത്. അതായത് ഒരു നമ്പറും അതിൻ്റെ റെസിപ്രോക്കലും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 5 ആണ് എന്ന് ഞാൻ പറഞ്ഞു. ഒരു നമ്പറും അതിൻ്റെ റെസിപ്രോക്കലും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 5 ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സം ഓഫ് ദി സൊല്യൂഷൻ എന്ന് പറയുന്നത് 5 ആണെന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. ആൽഫ ബീറ്റ, ആൽഫ പ്ലസ് അതായത് 2 നമ്പേഴ്സ് എക്സ് പ്ലസ് 1/x ഇസ് ഈക്വൽ ടു 5 എന്ന് തന്നു. ഓക്കെ, സോ ഇത് ഈ പറയുന്ന രൂപത്തിലേക്കുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ രൂപത്തിലേക്കുള്ള ചോദ്യത്തിൻ്റെ ഒരു എക്സ്പാൻഷൻ ഫോമായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇനി വരുന്ന പല കൺസെപ്റ്റുകളും ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ സൊല്യൂഷൻസ് ആണ് പരസ്പരം എന്ത് ചെയ്യുന്നത്, മ്യൂച്വലി റിവേഴ്സിബിൾ ആയിട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ ഇൻവേഴ്സ് ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, അത് കൺസെപ്റ്റ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ദെൻ ഇക്വേഷൻ വിത്ത് ഈക്വൽ റൂട്ട്സ് വരുന്നുണ്ട്. ഈക്വൽ റൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കും. ഓക്കെ, ഡി ഇസ് ഈക്വൽ ടു 0 ആകുന്ന സമയത്ത് ഡിറ്റർമിനൻറ്റ് ഡി ഇസ് ഈക്വൽ ടു 0 ആകുമ്പോഴാണ് നമുക്ക് സിംഗിൾ സൊല്യൂഷൻ വരുന്നത്. അവിടെ 2 സൊല്യൂഷൻ ഉണ്ടായിരിക്കില്ല. അത്തരത്തിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷന് ഒരു സൊല്യൂഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഡി ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, b² മൈനസ് 4ac ആണ്. അത് 0 ആകണമെന്നുണ്ടെങ്കിൽ b² ഇസ് ഈക്വൽ ടു 4ac ആയിരിക്കണം. b² ഇസ് ഈക്വൽ ടു 4ac ആണെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷന് ഒരൊറ്റ സിംഗിൾ സൊല്യൂഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, സോ ഒരു കേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ദെൻ ഇക്വേഷൻ വിത്ത് റൂട്ട് ഓഫ് ദി ഓപ്പോസിറ്റ് സൈൻ ആണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇനി അങ്ങോട്ടേക്ക് പല കൺസെപ്റ്റുകളും നമ്മൾ വളരെ എളുപ്പത്തിൽ നോക്കി മനസ്സിലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മുൻകൂട്ടി തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന 2 സൊല്യൂഷനും പോസിറ്റീവാണ്. അത് ശരിയാണോ എന്നുള്ളത് ഒറ്റയടിക്ക് അറിയാൻ വേണ്ടിയിട്ട്
ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് സൊല്യൂഷനും പോസിറ്റീവ് ആണോ, രണ്ട് സൊല്യൂഷനും നെഗറ്റീവ് ആണോ, ഒരു സൊല്യൂഷൻ പോസിറ്റീവും ഒരു സൊല്യൂഷൻ നെഗറ്റീവുമായിട്ടാണോ വരിക, അല്ലെങ്കിൽ സൊല്യൂഷൻസ് സീറോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സിംഗിൾ സൊല്യൂഷൻ മാത്രമാണോ, ഇതൊക്കെ നിങ്ങൾക്ക് ആ ഇക്വേഷൻ കാണുന്ന സമയത്ത് തന്നെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അതിൽ ആദ്യത്തെ കണ്ടീഷൻ, നമുക്ക് തന്നിരിക്കുന്ന റൂട്ട്സ് ഓപ്പോസിറ്റ് സൈൻ, അതായത് ആൽഫ പോസിറ്റീവ് ആണെങ്കിൽ ബീറ്റ നെഗറ്റീവ്, ഒരു സൊല്യൂഷൻ പോസിറ്റീവും മറ്റത് നെഗറ്റീവുമായിട്ട് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും സൈൻ നോക്കുക, എയുടെയും സിയുടെയും സൈൻ നോക്കുക. എയും സിയും ഓപ്പോസിറ്റ് സൈനുകളാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഒരു സൊല്യൂഷൻ പോസിറ്റീവും ഒരു സൊല്യൂഷൻ നെഗറ്റീവുമായിരിക്കും. ഓക്കെ, കണ്ടീഷൻ എങ്ങനെയാണ് വരുന്നത്? ഒന്നാമത്തത് എ പോസിറ്റീവ്, അങ്ങനെയാണെങ്കിൽ സി നെഗറ്റീവ് ആയിരിക്കണം. എയുടെയും സിയുടെയും സൈൻ രണ്ടും രണ്ടായിരിക്കണം. അപ്പോൾ 1 റൂട്ട് പോസിറ്റീവ് 1 റൂട്ട് നെഗറ്റീവ് ആയിരിക്കും. ഇനി അതല്ലെങ്കിൽ എ നെഗറ്റീവ് ആണെങ്കിൽ സി പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ 1 റൂട്ട് പോസിറ്റീവ് 1 റൂട്ട് നെഗറ്റീവ്. അപ്പോൾ ഒരു റൂട്ട് പോസിറ്റീവും ഒരു റൂട്ട് നെഗറ്റീവും ആകാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എയുടെയും സിയുടെയും സൈൻ രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കണം. എ പോസിറ്റീവ് ആണെങ്കിൽ സി നെഗറ്റീവ് ആയിരിക്കണം, എ നെഗറ്റീവ് ആണെങ്കിൽ സി പോസിറ്റീവ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു റൂട്ട് പോസിറ്റീവും ഒരു റൂട്ട് നെഗറ്റീവും ആയിരിക്കും. ഇനി അതിൻ്റെ ഗ്രാഫിക്കലായിട്ട് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 6 is equal to 0. ഈ ഇക്വേഷൻ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഒരു സൊല്യൂഷൻ പോസിറ്റീവും ഒരു സൊല്യൂഷൻ നെഗറ്റീവുമാണ്. കാരണം എ പോസിറ്റീവാണ്, സി നെഗറ്റീവാണ്. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിൻ്റെ വൈയുടെ വാല്യൂ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. എക്സിന് ഞാൻ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് is equal to 0 ആകുന്ന സമയത്ത് നമുക്ക് കിട്ടും y വാല്യൂ is equal to 0, അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? -6 ആയിരിക്കും. അല്ല, എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് -6 ആയിരിക്കും. എക്സ് സ്ക്വയർ 0 ആവും, 2x 0 ആവും, പിന്നെ -6 ആയിരിക്കും കിട്ടുന്നത്. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സിന് ഞാൻ എന്ത് ചെയ്തു, ഒരു 10 കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 100 ആയിരിക്കും വരുന്നത്. പ്ലസ് 2x എന്ന് പറയുമ്പോൾ 20 ആയിരിക്കും. -6 എന്ന് പറയുന്ന സമയത്ത് 114 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, വൈയുടെ വാല്യൂ മൈനസും വൈയുടെ വാല്യൂ പോസിറ്റീവും ആകുന്നുണ്ട്. ഓക്കെ, വൈയുടെ വാല്യൂ മൈനസും വൈയുടെ വാല്യൂ പോസിറ്റീവും ആകുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ y എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? താഴേക്ക്, എക്സ് ആക്സിസിൻ്റെ താഴേക്കും മുകളിലേക്കും പോകുന്നുണ്ട്. ഇനി അത് മാത്രം പോരാ, ഇത് ഈ പറയുന്ന y ആക്സിസിൻ്റെ രണ്ട് സൈഡിലുമാണ് എന്നതും കൂടെ നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ x is equal to 0 ആകുന്ന സമയത്ത് വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് -6 ആണ്. ഓക്കെ, x is equal to 0 ആകുന്ന സമയത്ത് വൈയുടെ വാല്യൂ എന്താണ്? 6 ആണ്. ഇനി എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ്, x is equal to 10 ആയ സമയത്ത്, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ അതിൻ്റെ ഗ്രാഫ് ഏകദേശം ഒന്ന് വരച്ച് കാണിക്കുകയാണേ. അപ്പോൾ ജസ്റ്റ് ആലോചിച്ച് നോക്കുക, എക്സ് is equal to 0 ആകുമ്പോൾ അതേതാണ്? ഈ പോയിൻ്റാണ്. എക്സ് is equal to 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് -6 ആണ്. എക്സ് 10 ആകുന്ന സമയത്ത് വൈയുടെ വാല്യൂ, ഓക്കെ, എക്സ് 10 ആകുന്ന സമയത്ത് വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെയാണ് കിടക്കുന്നത്, 10 ആണ്. ഓക്കെ, വൈയുടെ വാല്യൂ 10 ആണ്. അപ്പോൾ ഈ സൈഡിലേക്ക് ഈ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, ആ സൈഡിലേക്ക് ആ ഗ്രാഫിൻ്റെ ഒരു പോക്ക് ആ രൂപത്തിലേക്കായിരിക്കും. കാരണം എക്സ് 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ -6 ആണ്. ഇനി എക്സ് 10 ആകുന്ന സമയത്ത് വൈയുടെ വാല്യൂ എന്താണ്? 10 ആണ്. ഇനി ഇതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്? എക്സ് is equal to -10 എടുക്കുകയാണ്. ഓക്കെ, എക്സ് is equal to -10 എടുക്കുകയാണ്. -10ൻ്റെ സ്ക്വയർ എന്തായിരിക്കും വരുന്നത്? 100 തന്നെയായിരിക്കും വരുന്നത്. ഇനി 2x എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? +20ക്ക് പകരം അവിടെ എന്തായിരിക്കും? -20 ആയിട്ട് മാറും, -26 എന്ന് കിട്ടും. അപ്പോൾ ഈ പറയുന്ന 100ൽ നിന്ന് 26 പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടുന്നത് 74 ആയിരിക്കും. അത് പോസിറ്റീവാണ്. ഓക്കെ, പോസിറ്റീവാണ്. കാരണം 100ൽ നിന്ന് -26 പോയാൽ 74 ആണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സ് is equal to -10 ആകുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ വാല്യൂ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഏകദേശം ഈ രൂപത്തിലേക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ പറയുന്ന y ആക്സിസിൻ്റെ ലെഫ്റ്റും റൈറ്റുമായിട്ടാണ് ഈ ഒരു കർവ് വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള സൊല്യൂഷൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇവിടെയുള്ള സൊല്യൂഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൊല്യൂഷൻ ഇതിനുണ്ടായിരിക്കും എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിൽ ഞാൻ ആ കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാണ്, മാത്തമാറ്റിക്കലായിട്ടുള്ള അതിൻ്റെ ഒരു എക്സ്പ്രഷൻ കാര്യങ്ങൾ. ഓക്കെ, സോ ഇത് ആവശ്യമില്ല, നിങ്ങളിത് പഠിച്ച് വെച്ചാൽ മതി. എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് ഞാനൊന്ന് ഡെറിവേഷൻ രൂപത്തിലേക്ക് കാണിച്ചു തന്നു എന്ന് മാത്രം, അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ സാധനം. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. നിങ്ങൾ ഈ കാര്യം മാത്രം പഠിച്ചാൽ മതി. എയുടെയും സിയുടെയും സൈൻസ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻസ് എന്ന് പറയുന്നത് അത് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആയിരിക്കും. അതെങ്ങനെ, എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഓക്കെ, അതാണ് ഞാൻ ഗ്രാഫ് വരച്ചിട്ട് നമ്മൾ പ്രാക്ടിക്കലായിട്ട് അതിന് സൊല്യൂഷൻ വാല്യൂസ് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തത്? ആ വാല്യൂവിലേക്ക് എത്തിയത്. ഓക്കെ, ഞാൻ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വിവിധ രൂപത്തിലേക്ക് കാണിച്ചു തന്നത്. ഓക്കെ, യെസ്, അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്.
അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. എയുടെയും സിയുടെയും സൈൻസ് നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ പരസ്പരം ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സൊല്യൂഷൻ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആയിരിക്കും. അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഞാൻ ഈ കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, ഒന്ന് -2ഉം ഒന്ന് 6ഉം ആയിരിക്കും വരുന്നത്. ഈ ഗ്രാഫാണ് ഞാൻ നേരത്തെ വരച്ചിട്ടുള്ളത്. ഓക്കെ, നേരത്തെ വരച്ചിട്ടുള്ള ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഈ രൂപത്തിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, എ പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. അത് പോസിറ്റീവും നെഗറ്റീവും ആയപ്പം ഒരു സൊല്യൂഷൻ ഇപ്പുറത്തായിരിക്കും വരുന്നത്, ഒരു സൊല്യൂഷൻ ഇപ്പുറത്തായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി എക്സ് ഇസ് ഈക്വൽ ടു ഞാൻ 0 കൊടുക്കുമ്പോൾ അത് -12 ആയിരിക്കും വരുന്നത്. ആ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ വാല്യൂ ആണ്. ഇവിടെ വരുന്നത് എന്തായിരിക്കും? -12 ആയിരിക്കും വരുന്നത്. ഓക്കെ, -12 ആയിരിക്കും വരുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സിന് ഞാൻ 10 കൊടുക്കുകയാണെങ്കിൽ 100 മൈനസ് 4 × 10 എന്ന് പറയുന്ന സമയത്ത് 40 -12 വരും. 52 പോയി കഴിഞ്ഞാൽ 48 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു 6ൽ 0 ആകുന്നുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ ഇവിടെ ആയിരിക്കും വരുന്നത്. വൈയുടെ വാല്യൂ 48 ആയിരിക്കും. ഓക്കെ, വൈയുടെ വാല്യൂ 48 ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഞാൻ എക്സ് ഇസ് ഈക്വൽ ടു -10 കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്? -10ൻ്റെ സ്ക്വയർ എന്ന് പറയുന്ന സമയത്ത് 100 തന്നെയാണ്. -10 വരുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും? പോസിറ്റീവ് ആകും അല്ലേ? 4 × -10 എന്ന് വരുന്നുണ്ട്. മൈനസും കൂടെ അത് പോസിറ്റീവ് ആകും. അപ്പോൾ അത് 40 എന്ന് വരും. -12 എന്ന് വരും. 140ൽ നിന്നും 12 പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 128 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു -10 ആകുന്ന സമയത്ത് എക്സ് ഇസ് ഈക്വൽ ടു -10, ഇവിടെ -2 ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ -10 എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഇവിടെയൊക്കെ വരും. അത് വലിയൊരു വാല്യൂ ആയിരിക്കും. ഞാൻ തൽക്കാലം ഇവിടെ രേഖപ്പെടുത്താണ്. അപ്പോൾ ആ വാല്യൂ വരുന്നത് 128 ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വാല്യൂ എടുത്ത സമയത്ത് -10 എടുത്ത സമയത്ത് 128ഉം +10 എടുത്ത സമയത്ത് 48ഉം അതുപോലെ തന്നെ എന്ത് ചെയ്തു? എക്സ് ഇസ് ഈക്വൽ ടു 0 എടുത്തപ്പോൾ -12ഉം കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഗ്രാഫ് y ആക്സിസിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ടാണ് നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എക്സ് ആക്സിസിനെ ഓരോ തവണ വീതം കട്ട് ചെയ്യും. അപ്പോൾ ഒരു സൊല്യൂഷൻ റൈറ്റ് സൈഡിലും ഒരു സൊല്യൂഷൻ ലെഫ്റ്റ് സൈഡിലും ആയിരിക്കും വരുന്നത്. അപ്പോൾ ഒരു സൊല്യൂഷൻ പോസിറ്റീവും ഒരു സൊല്യൂഷൻ നെഗറ്റീവും ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ നേരത്തെ നമ്മൾ പറഞ്ഞു ഡിറ്റർമിനൻറ്റ് ഇസ് ഈക്വൽ ടു മോർ ദാൻ 0 ആണെങ്കിൽ ഡി ഇസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 2 സൊല്യൂഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 2 സൊല്യൂഷൻസ് ഈ ഇക്വേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ആ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇക്വേഷൻ വിത്ത് ബോത്ത് റൂട്ട് നെഗറ്റീവ്, 2 റൂട്ടും നെഗറ്റീവ് ആകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? ഓക്കെ, അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് 3 കണ്ടീഷൻസ് വരുന്നുണ്ട്. ഒന്ന്, ഈ സം ഓഫ് ദി റൂട്ട്സ് അതെന്താണ്? ഈ പറയുന്ന പോലെ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കണം. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? -b/a ആണ്. അതെന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അതായത് ബിയും എയും എന്തായിരിക്കണം? ഒരേ സൈൻ ആയിരിക്കണം. ബിയും എയും എന്തായിരിക്കണം? ഒരേ സൈൻ ആയിരിക്കണം. അപ്പോഴേ എന്ത് വരുള്ളൂ? -b/a വരുള്ളൂ. സം ഓഫ് ദി റൂട്ട് മൈനസ് ആയിട്ട് നിൽക്കുള്ളൂ. ഇനി ബിയും എയും ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ എന്ത് വരും? നെഗറ്റീവ് വരും, അത് പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ നെഗറ്റീവ് ആയിട്ട് നിൽക്കണം, <0 ആയിരിക്കണം. രണ്ടാമത്തത് പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അതെന്താണ്? ആൽഫ × ബീറ്റ ഇസ് ഈക്വൽ ടു c/a ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, എ പോസിറ്റീവ് ആയിരിക്കണമെങ്കിൽ സിയും പോസിറ്റീവ് ആയിരിക്കണം. എ നെഗറ്റീവ് ആണെങ്കിൽ സിയും നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, സോ ഈ ഒരു കണ്ടീഷനാണ് വരുന്നത്. എയുടെയും സിയുടെയും സൈൻ എന്തായിരിക്കണം? എപ്പോഴും സെയിം ആയിരിക്കണം. എയുടെയും സിയുടെയും സൈൻ സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആൽഫ × ബീറ്റ എന്ന് പറയുന്നത് c/a പോസിറ്റീവ് ആയിട്ട് വരുള്ളൂ, >0 ആയിട്ട് വരും. അതുപോലെ തന്നെ ഈ പറയുന്ന ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് >0 ആയിരിക്കണം. കാരണം ഡിറ്റർമിനൻ്റ് ഇസ് ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ അതിന് ഒരു സൊല്യൂഷൻ മാത്രമേ വരൂ. ഒരു സൊല്യൂഷൻ മാത്രമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 2 സൊല്യൂഷൻസും നെഗറ്റീവ് ആണ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ വരുന്നില്ലല്ലോ. ഓക്കെ, സോ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കണം? മോർ ദാൻ 0 ആയിരിക്കണം. അപ്പോഴാണ് ബോത്ത് റൂട്ട്സ് നെഗറ്റീവ് ആകുന്ന കണ്ടീഷൻ വരുള്ളൂ. ഓക്കെ, ബോത്ത് റൂട്ട് നെഗറ്റീവ് ആകുന്ന കണ്ടീഷൻ വരുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. അപ്പോൾ അങ്ങനത്തെ കേസ് നോക്കിക്കഴിഞ്ഞാൽ 2 റൂട്ട് എന്തായിരിക്കും? ഇതുപോലെ ആയിരിക്കും. അതല്ലെങ്കിൽ ആ ഗ്രാഫ് കിടക്കുന്നത് ഈ രൂപത്തിലായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതുപോലെയാണ് ആ ഇതുണ്ടായിരിക്കുക. ആ ഗ്രാഫ് ചിലപ്പം ഒന്നെങ്കിൽ ഇതുപോലെ ആയിരിക്കും. ഓക്കെ, ഇതുപോലെ ആയിരിക്കും ആ ഒരു പരാബോള കിടക്കുന്നത്. ഫോർ എക്സാമ്പിൾ 2 എന്താണ്? നെഗറ്റീവ് ആണ്. ഇത് അറിയാതെ 0 വന്നതാണ്, കുറച്ച് നീക്കി വെക്കണം. അപ്പോൾ ഒന്നെങ്കിൽ ഇതുപോലെ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ആ അതിൻ്റെ ഗ്രാഫിക്കൽ സൊല്യൂഷൻ വരുന്നത് ഈ രൂപത്തിലായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതുപോലെ ആയിരിക്കും അത് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, 2 സൊല്യൂഷനും എന്താണ്? നെഗറ്റീവാണ്. 2 സൊല്യൂഷൻ ആൽഫയും ബീറ്റയും നോക്കുക, നെഗറ്റീവാണ്. ആൽഫയും ബീറ്റയും നോക്കുക, നെഗറ്റീവാണ്. ഇനി ഇത് അപ്വേർഡ് ആണോ ഡൗൺവേർഡ് ആണോ നോക്കാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന എ എന്ന് പറയുന്നത്, ഓക്കെ, എ എന്ന് പറയുന്നത് >0 ആണെങ്കിൽ അതെന്തായിരിക്കും? അപ്വേർഡ് ആയിരിക്കും. എ എന്ന് പറയുന്നത് <0 ആണെങ്കിൽ അത് ഡൗൺവേർഡ് ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്, അതുകൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ.
അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും നോക്കി നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് അപ്വേർഡ് കർവ് ആയിരിക്കും വരുന്നത്, രണ്ട് സ്ഥലത്ത് ടച്ച് ചെയ്യുന്നുണ്ടായിരിക്കും, ഏത് സ്ഥലത്തായിരിക്കും ഏകദേശം ടച്ച് ചെയ്യുന്നത്, സൊല്യൂഷൻ്റെ സൈൻ എന്തായിരിക്കും, ഇനി ആൽഫ പ്ലസ് ബീറ്റ ആൽഫ ബീറ്റ കൺസെപ്റ്റ് അത് നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ ഇതായിരിക്കും, ഒക്കെ നോക്കി ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് കൺസെപ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്ത ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ചിലപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആകണം എന്നില്ല, നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവണമെന്നില്ല. അപ്പോൾ നോക്കുക, എ എക്സ് റൈസ് ടു 4 പ്ലസ് ബി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 ആണ്. എ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് റൈസ് ടു 4 പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 ആണ് എന്നുണ്ടെങ്കിൽ ഇതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ എന്നെടുക്കും. അപ്പോൾ എക്സ് റൈസ് ടു 4 ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ ആയിരിക്കും വരുന്നത്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, എ വൈ സ്ക്വയർ പ്ലസ് ബി വൈ പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ചോദ്യം തന്നിട്ട്, അതായത് ഒരു 4th ഡിഗ്രിയിലുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിട്ട് അത് സോൾവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറയരുത്, അത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ പ്രത്യേകം ഓർത്ത് വയ്ക്കുക, ഈവൻ ഡിഗ്രി ആയിരിക്കണം അതിൽ തന്നിരിക്കുന്ന പവേഴ്സ് എല്ലാം, ഈവൻ ഡിഗ്രി ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ എന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഈവൻ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, എ വൈ സ്ക്വയർ പ്ലസ് ബി വൈ പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്നാക്കാം. എന്നിട്ട് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടും. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 25 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഈ വൈക്ക് പകരം എന്ത് കൊടുക്കണം, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 എന്ന് കൊടുക്കണം. ഓക്കെ, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 എന്ന് കൊടുത്തു. അതിൽ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു 5 പ്ലസ് ഓർ മൈനസ് 5 എന്ന് വീണ്ടും എന്ത് ചെയ്യണം, ഡിറൈവ് ചെയ്തെടുക്കണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ നോക്കുന്ന സമയത്ത് y ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 25 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. -25 നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടി വരും, കാരണം അത് ഇമാജിനറി റൂട്ടുകളായിരിക്കും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും, ഈ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു പ്ലസ് 25 എടുക്കേണ്ടി വരും. അതിൻ്റെ സൊല്യൂഷൻ എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് 5 ആയിരിക്കും വരിക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4th ഡിഗ്രി ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിന് 4 സൊല്യൂഷൻസ് വരെ പോസിബിൾ ആണ്. ഓക്കെ, 4 സൊല്യൂഷൻ വരെ അതിന് പോസിബിൾ ആയിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൈ നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ പ്രശ്നമായിരിക്കും. ഇനി അതല്ല, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൈയുടെ വാല്യൂ നിങ്ങൾക്ക് 2 വാല്യൂ കിട്ടി, y ഇസ് ഈക്വൽ ടു 9ഉം y ഇസ് ഈക്വൽ ടു 25ഉം കിട്ടിയെന്ന് വിചാരിക്കുക. ഈ 2 കേസിലും നിങ്ങൾ എടുക്കണം. അപ്പോൾ ഇവിടെ എന്താണ്, ആദ്യം എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 എന്ന് എടുക്കും. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3 വരാം. അതുപോലെ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5 വരാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തു, 4 ഡിഫറൻറ്റ് സൊല്യൂഷൻ കിട്ടി. കാരണം എന്താണ്, അതൊരു ക്വാഡ്രാറ്റിക് ലൈക്ക് ഒരു 4th ഡിഗ്രി ഇക്വേഷനാണ് വരുന്നത്. ഓക്കെ, ഒരു 4th ഡിഗ്രി ഇക്വേഷൻ ആകുമ്പോൾ പോസിബിളി 4 സൊല്യൂഷൻസ് വരാം. ഇപ്പോൾ ഇവിടെ എന്തുണ്ട്, 4 സൊല്യൂഷൻ വരുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു ഹയർ ഡിഗ്രി തന്നു കഴിഞ്ഞാൽ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോകരുത്. അതിൽ ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ പ്രോബ്ലമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ സൊല്യൂഷനും കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, ഈ രൂപത്തിലേക്ക് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. 2 എക്സാമ്പിൾസും നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി 1/x രൂപത്തിലാണ് തരുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് 1/x സ്ക്വയർ മൈനസ് 5 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0 എന്നാണ് നിങ്ങൾക്ക് തന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഇക്വേഷൻ നോക്കുക, അതായത് 1/x സ്ക്വയർ, ഓക്കെ 1/x സ്ക്വയർ മൈനസ് 5 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ തരുന്ന സമയത്ത് ഇത് ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങൾ പഠിപ്പിച്ചത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മാത്രമാണ്, 1/x സ്ക്വയർ വരുന്നത് പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയരുത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 2 രൂപത്തിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഈ പറയുന്ന ഇക്വേഷനെ എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 മൈനസ് 5x പ്ലസ് 6x സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 കിട്ടും. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ഈ പറയുന്ന 1/x സ്ക്വയർ അല്ലെങ്കിൽ 1/x ഇസ് ഈക്വൽ ടു y എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുന്നത്, ഓക്കെ 1/x ഇസ് ഈക്വൽ ടു y എന്ന് കൊടുക്കുക. അപ്പോൾ 1/x ഹോൾ സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 1/x പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എന്ത് കിട്ടും, 1/x എന്ന് പറയുമ്പോൾ y സ്ക്വയർ മൈനസ് 5y പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്താലും മതി. പക്ഷെ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന വൈയുടെ വാല്യൂ എന്തായിരിക്കും, y ഇസ് ഈക്വൽ ടു 1/x ഇസ് ഈക്വൽ ടു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3 ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1/x ഇസ് ഈക്വൽ ടു 3 ആണ്. റെസിപ്രോക്കൽ എടുക്കണം, x ഇസ് ഈക്വൽ ടു 1/3 എന്ന് എടുക്കണം. ഓക്കെ, ആ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തരുന്ന പ്രോബ്ലംസിൽ റീസബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനൊക്കെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതൊന്ന് ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ നമുക്കത് സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ക്വിക്ക് റിവിഷൻ ടേബിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കുക. ഓക്കെ, എങ്ങനെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ അടുത്ത ക്ലാസ് മുതൽ പഠിക്കും.
ഓക്കെ. സോ അത് പല രൂപത്തിലേക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വരുന്നുണ്ടായിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് 1, അതായത് 145, ഫൈൻഡ് ദ നമ്പേഴ്സ്. 2 കോൺസിക്യൂട്ടീവ് നമ്പറാണ്, എക്സും എക്സ് പ്ലസ് 1ഉം എടുക്കേണ്ടി വരും. അതിൻ്റെ സ്ക്വയേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത്. ദിസ് ഈസ് ഈക്വൽ ടു 145. ഇപ്പോൾ ഇതെന്ത് ചെയ്തു, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് മാറി. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, നമ്മൾ പലപ്പോഴായിട്ട് നമ്പർ സിസ്റ്റത്തിലൊക്കെ ചെയ്യുന്ന പല ചോദ്യങ്ങളെന്ന് പറയുന്നതും ഇതേ രൂപത്തിൽ എന്താണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ദെൻ അതുപോലെ തന്നെ നമ്പർ പ്രോബ്ലം വരുന്നുണ്ട്. ഓക്കെ, സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഇസ് 26/7. അപ്പോൾ എന്താണ്, എക്സ് പ്ലസ് 1/x, രണ്ടും കൂടെ കൂടുന്ന സമയത്ത് എക്സ് പ്ലസ് 1/x ഇസ് ഈക്വൽ ടു 26/7. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് മാറും. അങ്ങനെ പ്രോബ്ലം വരുന്നുണ്ടായിരിക്കും. ദെൻ ഏജ് പ്രോബ്ലം, ഇതൊക്കെ നമ്മൾ സാധാരണ മാത്സിൻ്റെ പ്രോബ്ലത്തിൽ കാണുന്നതാണ് അല്ലേ. അപ്പോൾ ഏജ് പ്രോബ്ലം വരുന്നുണ്ട്. അതായത് പ്രൊഡക്റ്റ് ഓഫ് ദി ആശാസ് ഏജ് 5 years ago ആൻഡ് ഹെർ ഏജ് 8 years later ഇസ് 30. ഓക്കെ, 5 വർഷം മുമ്പുള്ളതും 8 വർഷം കഴിഞ്ഞിട്ടുള്ളതും അത് രണ്ടിൻ്റെയും കൂടെ പ്രൊഡക്റ്റ് എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 8 ഇസ് ഈക്വൽ ടു 30. അങ്ങനെ ഇക്വേഷൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. ഇനി അതുപോലെ തന്നെ ഏരിയ ബേസ് ചെയ്തിട്ട്, ഓക്കെ, ഇനി അതുപോലെ വർക്ക് ആൻഡ് ടൈം ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒക്കെ എങ്ങനെ ഈ ചോദ്യങ്ങൾ വരും എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ നോക്കുക. ഇവിടെ സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം പ്രോബ്ലം, അവിടെ ആപ്ലിക്കേഷൻ എങ്ങനെ വരുന്നുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എങ്ങനെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, ടൈം ആൻഡ് വർക്കിൽ എങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് രൂപത്തിലേക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിപ്പോൾ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ 3ാമത്തെ ക്ലാസ് ആണ്. അടുത്ത ക്ലാസ്സോട് കൂടിയിട്ട് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് സോൾവ് ചെയ്യാം. കാരണം ഈ ഭാഗത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം, ഇതുപോലെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യം നിങ്ങൾക്ക് വരും. അപ്പോൾ ഓരോ ആപ്ലിക്കേഷനിലും ഓരോ കേസും വരുന്ന സമയത്ത് എങ്ങനെ നിങ്ങൾ ഇതുവരെ പഠിച്ച ഇൻഫർമേഷൻ അപ്ലൈ ചെയ്യണം എന്നുള്ളതും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, സോ അതോടായി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആളുകൾ അത് പഠിപ്പിക്കാറില്ല. ഇങ്ങനെയൊക്കെ ചോദ്യം വരും, ഇങ്ങനെയൊക്കെ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് പഠിപ്പിക്കാറില്ല. ഇതുവരെ നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതായത് സ്പ്ലിറ്റ് മെത്തേഡ്, ഫാക്ടറൈസേഷൻ മെത്തേഡ്, അതുപോലെ തന്നെ ഈ പറയുന്ന ഡിറ്റർമിനൻറ്റ് ഓർ ദ ഡിസ്ക്രിമിനൻറ്റ് അത് വെച്ചുകൊണ്ട് സോൾവ് ചെയ്യുന്നത്, ദെൻ അതുപോലെ തന്നെ കംപ്ലീറ്റ് സ്ക്വയറിലേക്ക് മാറ്റിയിട്ട് സോൾവ് ചെയ്യുന്നത്, ഗ്രാഫിക്കൽ സൊല്യൂഷൻസ് കാണുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇനി അതുപോലെ തന്നെ പ്രൊഡക്റ്റ് മെത്തേഡ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ തിയററ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, സിലബസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ എൻ്റെ ഒരു കോൺഫിഡൻസിനും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനും വേണ്ടിയിട്ട് അതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ കാര്യങ്ങളും കൂടെ ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, എടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് വരുന്നത്, ഈ ഒരു ചാപ്റ്ററിലേക്ക് വരുന്നത്. ഇനി അപ്ലിക്കേഷൻസ് ആണ്. ഇനി പുതിയ കൺസെപ്റ്റ് ഒന്നും പഠിക്കാനില്ല, നമ്മൾ ഇതുവരെ പഠിച്ചതിൻ്റെ അപ്ലിക്കേഷൻ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, സോ അത് നന്നായിട്ട് പഠിക്കുക. വിഷ് യു എവരിവൺ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ദെൻ നമുക്കിത് കഴിഞ്ഞാൽ ഇന്ന് രാത്രി മെൻസുറേഷൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ, മെൻസുറേഷൻ്റെ ക്ലാസ് അതും കൂടെ ഉണ്ടായിരിക്കും. ഞാൻ അതും റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, മാത്സിൻ്റെ തന്നെ മെൻസുറേഷൻ്റെ ക്ലാസ്സും ഉണ്ടായിരിക്കും. ഓക്കെ, സോ താങ്ക് യു എവരിവൺ, ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വിഷ് യു എവരിവൺ സക്സസ്.